എല്ലാ വർഷവും തുലാമാസം 10-ാം തീയതി കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരിക്കടുത്ത് ചാന്തമ്പള്ളിക്കാവിൽ കെട്ടിയാടുന്ന തെയ്യമാണ് ചാന്തമ്പള്ളി വിഷകണ്ഠൻ. വിഷവൈദ്യനായിരുന്ന തീയ യുവാവായിരുന്നു ഈ തെയ്യം. തെയ്യം കെട്ടിയാടിയതിനു ശേഷം കരുമാരത്തില്ലത്ത് നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് പോകുന്ന പതിവുണ്ട്. മലബാറിൽ തെയ്യക്കാലം ആരംഭിക്കുന്നത് ഈ തെയ്യത്തിൻ്റെ തുടക്കത്തോടെയാണ്. കൊളച്ചേരി ദേശത്തെ പ്രമാണിയും പേരുകേട്ട വിഷവൈദ്യനുമായിരുന്ന കരുമാരത്ത് നമ്പൂതിരി ഒരിക്കൽ ആ നാട്ടിലെ പ്രശസ്തനായ ഒരു കുടുംബത്തിലെ ഏകസന്താനമായ സ്ത്രീക്ക് പാമ്പുകടിയേൽക്കുകയും നാട്ടുകാരെല്ലാം ചേർന്ന് അവരെ കരുമാരത്ത് നമ്പൂതിരിയുടെ അടുക്കൽ എത്തിക്കുകയും ചെയ്തു. സ്ത്രീ മരണപ്പെട്ടുവെന്ന് നമ്പൂതിരി വിധിയെഴുതിയതിനെ തുടർന്ന് ബന്ധുക്കൾ മൃതശരീരം തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ തീയ സമുദായത്തിൽപ്പെട്ട കണ്ഠൻ ഈ മൃതശരീരം കാണാനിടയാകുകയും സ്ത്രീയുടെ ശവം കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശവം കണ്ടതിന് ശേഷം അത് കുളത്തിലേക്കിടാൻ കണ്ഠൻ ആവശ്യപ്പെടുകയും കുളത്തിൽ നിന്ന് കുമിളകൾ പൊന്തി വരികയാണെങ്കിൽ പുറത്തെടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കണ്ഠൻ തെങ്ങിൻ്റെ മുകളിൽ കയറി കൊലക്കരുത്ത് എന്ന മന്ത്രം പ്രയോഗിക്കുകയും മൂന്നാമത്തെ കുമിള പൊന്തിയതിനു ശേഷം സ്ത്രീയെ കരയിലേക്കെടുക്കുകയും സ്ത്രീ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. സ്ത്രീയുടെ ബന്ധുക്കൾ കണ്ഠന് പ്രതിഫലം നൽകിയെങ്കിലും കണ്ഠൻ അതൊന്നും സ്വീകരിക്കാത്തതിനെ തുടർന്ന് അവർ അവരുടെ ഇഷ്ടപ്രകാരം ഒരു പുതിയ വീട് കണ്ഠന് വേണ്ടി പണി കഴിപ്പിക്കുകയും അതിൻ്റെ ഗൃഹപ്രവേശന ദിവസം അത് കണ്ഠന് നൽകുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് കരുമാരത്ത് നമ്പൂതിരി കണ്ഠനെ വിളിച്ചു വരുത്തുകയും കണ്ഠന് ഇല്ലത്ത് നിന്ന് തിരികെ പോകും വഴി നമ്പൂതിരിയുടെ കിങ്കരന്മാർ കണ്ഠനെ അറവിലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അറുംകൊല ചെയ്യപ്പെട്ട കണ്ഠൻ പിന്നീട് പ്രേതമായി കരുമാരത്ത് നമ്പൂതിരിയെ വേട്ടയാടുകയും ഇല്ലത്ത് പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തപ്പോൾ അവർ ജ്യോതിഷിയെ കാണുകയും അവരുടെ നിർദ്ദേശപ്രകാരം പരിഹാരമായി വിഷകണ്ഠൻ എന്ന തെയ്യം കെട്ടിയാടാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് കണ്ഠൻ വിഷകണ്ഠനായി മാറിയത്.